ഏറ്റവും കൂടുതൽ സ്റ്റാർ പോരാട്ടം നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം അതേതാ? വയനാട്. അത് തന്നെയാണ് ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം. രാഹുൽ ഗാന്ധി, ആനി രാജ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ സ്ഥാനാർത്ഥികൾ, വലിയ രീതിയിലുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ദേശീയ സമ്പന്നമായ ഒരു മണ്ഡലം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു അവസാനഘട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും അവിടെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതെ, ഇന്നലെ വലിയ രീതിയിലേക്ക് എന്തായാലും ഈ പ്രചാരണം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ മനോഹരമായ ഒരു സോങ് കൂടി ഇറക്കിയിരുന്നു. അതിനുശേഷം മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സത്യപാൽ സിംഗ് ആണ് BJPയുടെ ഒരു ആർട്ട് ഫിലിം പുറത്തിറക്കിയിട്ടുള്ളത്. ആ വാർത്തയിലേക്ക്. LDF, UDF മുന്നണികളുടെ ദുർഭരണം ചൂണ്ടിക്കാട്ടിയാണ് ആർട്ട് ഫിലിം പ്രദർശിപ്പിച്ചത്. വയനാടിനുള്ള അവഗണനകൾ ആർട്ട് ഫിലിമിൽ വിഷയങ്ങളായി. വന്യമൃഗശല്യവും ആരോഗ്യമേഖലയും ആർട്ട് ഫിലിമിൽ ഇടം പിടിച്ചു. ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് സംസാരിച്ചു. And at the outset, I would like to congratulate and thank the team who conceived the idea and who produced it. And I'm very sure that is aired on the videos. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളും ആർട്ട് ഫിലിമിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് വയനാട്ടിൽ വേറെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതല്ലേ? അതിന് വയനാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരണം. അല്ലാതെ ഇപ്പോഴുള്ള പ്രതിനിധിയാണെങ്കിൽ എത്ര നാളായാലും വയനാട് ഇങ്ങനെ ഇരിക്കും. ആൻസി വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാണുകയില്ല. K. സുരേന്ദ്രനെ പോലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന, മോദി സർക്കാരിന്റെ ഭാഗമാവുന്ന, ജയിച്ചാൽ മന്ത്രി വരെ ആവുന്ന ഓനെ ജയിപ്പിക്കണം. ഇടതു വലത് മുന്നണികളുടെ പൊള്ളത്തരങ്ങൾ എടുത്തു കാണിച്ച ആർട്ട് ഫിലിം തൊടുപുഴ സ്വദേശി അരുൺരാജ് കർത്തയാണ് സംവിധാനം ചെയ്തത്. സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, വയനാട്.